1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കരുളായി നെടുങ്കയത്ത് ക്യാമ്പിനെത്തിയ കുട്ടികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ 3 അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് കുറ്റപത്രം. പൂക്കോട്ടുംപാടം പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതെന്ന് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ എ അനീഷ് പറഞ്ഞു. കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSMHS സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന കുറുങ്കാട് കന്മനം പുത്തൻവളപ്പിൽ അബ്ദുൾ റഷീദ്, റസീന ദമ്പതികളുടെ മകൾ ആയിഷ റിദ, പുത്തനത്താണി ചെല്ലൂർ കുന്നത്തുപീടിയേക്കൽ മുസ്തഫ ആയിഷ ദമ്പതികളുടെ മകൾ ഫാത്തിമ മോസിന എന്നിവർ മുങ്ങിമരിച്ച സംഭവത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 9-നാണ് അതിദാരുണമായ സംഭവമുണ്ടായത്. 49 കുട്ടികളാണ് നെടുങ്കയത്തെ ക്യാമ്പിന് സമീപമുള്ള കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഇതിനിടയിൽ ചുഴിയിൽപ്പെട്ടാണ് കുട്ടികൾ മുങ്ങിമരിച്ചത്. ക്യാമ്പിനായി നിശ്ചയിച്ച ഷെഡ്യൂളിൽ നീന്തൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, അപകടം സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള കടവിലാണ് ഇത് അവഗണിച്ച അധ്യാപകർ കുട്ടികളെ കുളിക്കാനിറക്കിയത്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള കടവിൽ കുളിക്കാനിറക്കിയതും അധ്യാപകർക്ക് സംഭവിച്ച വീഴ്ചയാണെന്ന് പോലീസ് കണ്ടെത്തി. ക്യാമ്പിലേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നത് അധ്യാപകരെ വിശ്വസിച്ചാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കുറ്റകരമാണെന്നും കുറ്റപത്രത്തിലുണ്ട്. ക്യാമ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും വീഴ്ച സംഭവിച്ചതായും പോലീസ് നൽകിയ കുറ്റപത്രത്തിലുണ്ട്. നെടുങ്കയത്തെ കരിമ്പുഴക്കടവ് അപകടക്കയമാണെന്ന് അറിയാമായിരുന്നിട്ടും കുട്ടികൾ ഈ കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അത് തടയേണ്ട ഉത്തരവാദിത്തം ചുമതലക്കാരനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കുണ്ടായിരുന്നു. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. 3 അധ്യാപകരുടെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയും വീഴ്ചകൾ കൃത്യമായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്ന് ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന 3 അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനുള്ള സെക്ഷൻ പുറമെ ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി. ഇവരുടെ ഭാഗത്ത് 3 അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യമുണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകരെ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷകർത്താക്കളും പറഞ്ഞയച്ചത്. അപ്പോൾ അവർ രക്ഷകർത്താ ചുമതലയുള്ളവരാണ്, അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ്. ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കണം. കുട്ടികൾ നോക്കില്ല. അവരെല്ലാവരും 15 വയസ്സ് താഴെ പ്രായമുള്ളവരാണ്, കുട്ടികളാണ്. അവർക്ക് നല്ലത് ചീത്ത, ദോഷമെന്ത് നല്ലതെന്ത്, അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്ക് ആ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നീന്തൽ, പുഴയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂൾ പ്രകാരം ഇല്ല, പൂർണ്ണമായിട്ടും ഇല്ല. അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി. പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വനം വകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, നോ സ്വിമ്മിങ് അലൗഡ്. നോ സ്വിമ്മിങ് അലൗഡ് എന്ന് നമ്മൾ ആര് വായിച്ചാലും നമുക്കത് മനസ്സിലാവും, അത് സ്വിമ്മിങ് അവിടെ അനുവദിക്കുന്നില്ല. അതിന് കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടെ പുഴയിലെ അപകട മേഖലയാണ്, പുഴയിൽ ചിലപ്പോൾ മുങ്ങി മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു അപായ സൂചന കിട്ടിയിട്ടും ആ അപായ സൂചന പറ്റി തിരക്കുകയോ, എന്തുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത്, അവിടെ ഇറങ്ങാൻ പാടില്ലാത്തതാണോ, അവിടെ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുമോ, മുമ്പ് ആരെങ്കിലും ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനാ അവിടെ അന്നത്തെ അധ്യാപകർ തയ്യാറായില്ല. അതോടൊപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് അതിനെപ്പറ്റി ഇവർക്ക് മുൻകൂട്ടി വിവരം കൊടുക്കാൻ ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തയ്യാറായില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.